ശരിക്കും നമ്മളിപ്പോൾ ഈ പ്രോട്ടീൻ്റെ അംശം ഡോക്ടർ പറഞ്ഞപ്പോൾ കീറ്റോ ഡയറ്റ് അങ്ങനെ പല തരത്തിലുള്ള ഡയറ്റുകൾ, പല ടൈമിങ്ങൾ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, അതൊന്നും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് കയറി വരുന്നുണ്ട്, കീറ്റോ ഡയറ്റ് കയറി വരുന്നുണ്ട്. ഇതൊന്നും സ്ഥായിയായിട്ടുള്ള ചേഞ്ചസിനുള്ള ഇതൊന്നുമല്ല. നമ്മൾ കീറ്റോ ഡയറ്റ് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കീറ്റോ ഡയറ്റുമായിട്ട് പോവുമോ? സാധ്യത കുറവാണ്. നമ്മളൊരു നിശ്ചിത അളവിലോട്ട് നമ്മുടെ ശരീരത്തിൽ ഭാരം കുറയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കീറ്റോ എന്ന് ആൻറ്റി കീറ്റോയിലോട്ട് പോകും. അപ്പോൾ ആ ഒരു നമ്മുടെ ചര്യയിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അമിതമായ പഞ്ചസാര, ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതൽ, ചിലവർക്ക് കിഴങ്ങ്, എനിക്ക് ഉൾപ്പെടെയുള്ള അതുപോലെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ആരോഗ്യം കാത്ത് സൂക്ഷിക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളോട് കൂടുതൽ അഭിനിവേശം ഉണ്ടാവുക, ഭൂമിക്കടിയിൽ ഉണ്ടാവുന്ന, അതെ മനസ്സിലായി, എന്നാലും ഒന്നും കൂടി ക്ലിയർ ആക്കാൻ. കപ്പ പറ്റില്ല, ഏത് സംഭവം മിതത്തിൽ ആവുന്നത് ഓക്കെ. മധുരക്കിഴങ്ങ്, കപ്പ, കാച്ചില്, ചേമ്പ്, അതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനകത്ത് ഫൈബറൂഡ് ഉണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം. ബീട്രൂട്ടിന് അത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഇല്ല, ക്യാരറ്റിന് അത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഇല്ല. കൂടുതൽ അതിനകത്ത് നാരുകൾ, ഉള്ളി കുഴപ്പമില്ല. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കണതിൽ പകുതി സാധനങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടുന്നതാണ്, ഒഴിവാക്കാവുന്നതുമാണ്. ഇപ്പം ഇന്ന് രാവിലെ ഒരാൾ എന്നോട് ചോദിച്ചു, മദ്യപാനം ഒഴിവാക്കണോ വല്ലപ്പോഴും കഴിക്കാമോ എന്ന് ചോദിച്ച പോലെ. ഒരു ഡോക്ടറും മദ്യപാനം നല്ലതാണെന്നോ അല്ലെങ്കിൽ ഒരു പെഗ്ഗെങ്കിലും കഴിക്കാമെന്നോ ഒരു ഡോക്ടറും പറയില്ല. മദ്യപാനം ഒരു പെഗ്ഗായാലും അര പെഗ്ഗായാലും മോശം തന്നെയാണ്. പിന്നെ പണ്ട് കുറേ പഠനങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു, 60 ml വരെ സേഫാണ്, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പം നമ്മൾ പറയാറില്ല. ഡോക്ടർ എന്താ പറയണേ? പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. പിന്നെ ഈ മദ്യപാനത്തിൻ്റെ ക്വാണ്ടിറ്റിയും ഇതും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗ്രാമിനകത്താണ് അളക്കുന്നത്. ലിവറിനകത്ത് സിറോസിസ് വരിക, നിങ്ങൾ എത്ര ഗ്രാം കഴിച്ചു കാലയളവൊക്കെ നോക്കിയിട്ട് നമ്മളൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പേഷ്യൻ്റ് ഡിഫർ ചെയ്യും. നിങ്ങൾ ചെറിയ തോതിൽ കഴിക്കുന്നവർക്ക് ഒരുപക്ഷെ വലിയ മാരകമായ പ്രയാസങ്ങളുണ്ടാവാം. പക്ഷേ മൂക്കുമുറ്റി അടിച്ചുകൊണ്ട് നടക്കുന്നവർ ഒരുപക്ഷെ പ്രയാസം ഉണ്ടാകാതെയും ഇരിക്കാം. എന്ന് പറഞ്ഞിട്ട് മൂക്കുമുറ്റി അടിക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യോ? ഇല്ല. അല്ല, ഇതിന് കാരണം ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാർ മുതൽ അങ്ങോട്ട് നല്ല അതുകൊണ്ടല്ല, ജനിതകമായിട്ടുള്ള നമ്മുടെ മെറ്റബോളിസത്തിനകത്ത് നമ്മുടെ ആൾക്കാർ ലിവറിനകത്ത് നിന്ന് ആൾഡിഹൈഡായിട്ട് മാറ്റുന്നത്, അതിനകത്തുള്ള മെറ്റബോളിസം പലർക്കും പല രീതിയിലാണ്. അതിനകത്ത് ജനിതകത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചുകൊണ്ടാണ് നമ്മുടെ കരളും വാടിപ്പോത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഒന്ന് അറിയുന്നത് നല്ലതാണ്.